ഇന്ന് മുതൽ ഞാനൊരു ഡയറ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത 90 ദിവസത്തേക്ക്. വെറുതെ ഒരു ഡയറ്റ് അല്ല, സാത്വിക് ഡയറ്റ് എന്നാണ് ഈ ഡയറ്റിന്റെ പേര്. ഇതിലെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മസാലകളൊക്കെ ഒഴിവാക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ പിന്നെ പരമാവധി ഓയിൽസ്, പിന്നെ ഷുഗർ, അതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങള്, അതൊക്കെ മാക്സിമം ഒഴിവാക്കും. പിന്നെ ഇതില് രാവിലെ രാത്രി രാവിലെ രാത്രി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ മാത്രമേ കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് മാത്രം നമ്മൾ നോർമൽ മീൽസ് കഴിക്കും. പക്ഷെ അതിലും മസാലകളൊന്നും ഇല്ലാതെ. രാവിലെ ജ്യൂസ് കുടിക്കും, കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ ഇളനീരോ അങ്ങനെ എന്തെങ്കിലും. ഈ ഡയറ്റ് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കുള്ള നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ നമുക്കുള്ള അസുഖങ്ങളെയൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സാത്വിക് ഡയറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്, അത്യാവശ്യം നല്ല ഹെഡ് ഏക്ക് ഉണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട്. പിന്നെ മുടി കൊഴിച്ചിലുണ്ട്. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിതൊരു ഹിന്ദി യൂട്യൂബ് ചാനൽ, സാത്വിക് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാരണം അതിൽ ഞാൻ കണ്ടു ഒരുപാട് പേർക്ക് ഇത് സക്സസ് ആയിട്ട് ഇത് ചെയ്ത് അവരുടെ പല പല ആസ്മ അങ്ങനെ പല അസുഖങ്ങളും, കൂടുതലും മെയിനായിട്ടും എല്ലാവർക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. തൈറോയ്ഡ്, PCOD ഒക്കെ തന്നെയാണ് കൂടുതലും. അപ്പൊ അവർക്ക് പക്ഷെ അതൊക്കെ മാറുന്നുണ്ട്. 3 മാസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മാസം എടുത്തിട്ട് എല്ലാ അസുഖവും അവരുടെ മാറുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എനിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നാളെ തൊട്ട് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. 90 ദിവസം, അതായത് അടുത്ത 3 മാസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് നാളെ തൊട്ട് അടുത്ത 90 ദിവസത്തേക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ അടുത്ത 90 ദിവസത്തേക്ക് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ TSH ലെവലൊക്കെ ഇത്തിരി മാറ്റം വരണമല്ലോ, ഈ അസുഖം മാറണമെങ്കിൽ. അപ്പൊ അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെ ആയിരിക്കും എന്റെ സാത്വിക് ഡയറ്റിന്റെ ഫസ്റ്റ് ഡേ. എന്റെ അസുഖങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, മാറുന്നുണ്ടോ, അതോ കൂടുന്നുണ്ടോ എന്നതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.